പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈവ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. അല്ല, ഇതെന്താ ഇത്? ഷേവിംഗ് റൈസറിൻ്റെ കച്ചവടവും തുടങ്ങിയോ? ചികിത്സയൊക്കെ നിർത്തിയോ? ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അല്ല, 4 ഷേവിംഗ് റൈസറും പിന്നെ 2 ഗ്ലാസ് വെള്ളമുണ്ട്, ഒരു കത്രികയുണ്ട്. ഇപ്പം എന്തിനുള്ള പുറപ്പാടാണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഷേവിംഗ് റൈസർ ഉപയോഗിക്കാത്തവർ വളരെ വളരെ കുറവാണ്. പല രീതിയിലും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. മുഖത്ത് ഷേവ് ചെയ്യാനാണെങ്കിൽ ബിഫോർ ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവിംഗ് ലോഷൻ, അങ്ങനെ വളരെ ചിലവ് കൂടിയ ഒന്നായിട്ട് ഷേവിങ് മാറിയിട്ടുണ്ട്. ഷേവിങ് ശരിയാകണമെങ്കിൽ ഈ ലോഷനെല്ലാം തേക്കണം. ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് മുഖം ഇങ്ങനെ പഞ്ഞിക്കെട്ട് അപ്പൂപ്പൻ്റെ നമ്മുടെ ക്രിസ്തുമസ് ഫാദറെ പോലെ ഇരിക്കണം. അങ്ങനെയൊക്കെ ചില ധാരണകളുണ്ട്. അവയെ ഒന്ന് തിരുത്തുക, ഷേവിങ് കുറെ കൂടെ ആരോഗ്യകരമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ചിലർ ഷേവ് ചെയ്യുന്നത് പ്രകൃതിയാണോ, പ്രകൃതിയാകണമെങ്കിൽ കല്ലുകൊണ്ട് ഷേവ് ചെയ്യണ്ടേ, അല്ല ഷേവ് ചെയ്യേണ്ടത് തന്നെ ആവശ്യമുണ്ടോ, ഇതിങ്ങനെ വളർന്ന് തൂങ്ങിക്കോട്ടെ അതല്ലേ പ്രകൃതി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർ നമ്മൾ പറയുന്ന പ്രകൃതി എന്താണ് എന്നറിയാത്തവരാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പ്രകൃതിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള പാവങ്ങളാണ്. നമ്മൾ പറയുന്ന പ്രകൃതി ആന്തരിക പ്രകൃതിയാണ്, ശരീരത്തിൻ്റെ പ്രകൃതിയാണ്, ജീവൻ്റെ പ്രകൃതിയാണ്, ആരോഗ്യത്തിൻ്റെ പ്രകൃതിയാണ്. സ്വയം കേടു തീർക്കുക, പഴയ കോശങ്ങളെ മാറ്റുക, പുതിയ കോശങ്ങളെ ഉണ്ടാക്കുക, നന്നായി പ്രവർത്തിക്കുക, ആനന്ദത്തിലായിരിക്കുക എന്നുള്ളതാണ് ശരിയായ നമ്മൾ പറയുന്ന പ്രകൃതി. രോഗമാറ്റം, രോഗചികിത്സ എന്നുള്ളത് പുറത്തു നിന്ന് വരേണ്ടതല്ല, അകത്ത് തന്നെ നടക്കേണ്ടതാണ് എന്നും അതിനർത്ഥമുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായി കടക്കുന്നില്ല. ഇന്നത്തെ പരിപാടി അതിലേക്ക് കടക്കാം. 4 ഷേവിംഗ് സെറ്റുകളുണ്ട്, വില കൂടിയതും കുറഞ്ഞതുമൊക്കെ ആയിട്ട്. അത് നമ്മളൊന്ന് തുറന്ന് പുറത്തെടുത്താൽ, പൊട്ടിച്ചു നോക്കിയാൽ, ഇത് ടിൻ ബ്ലേഡിൻ്റെ മുകളിലായിട്ടൊരു സ്ട്രിപ്പുണ്ട്. അത് മെഡിക്കേറ്റഡാണ്, വാല്യൂ അഡീഷനാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രീമൊന്നും പുരണ്ട ആവശ്യമില്ല. മുറിവുണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിസെപ്റ്റിക് എന്തൊക്കെയോ സാധനങ്ങൾ അതിലുണ്ട്, കുറച്ച് കെമിക്കലുകളൊക്കെയാണ്. ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. വാങ്ങിച്ചാൽ ഉടനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പസമയം ഇട്ട് വയ്ക്കും. ഇതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം ഏക് ദിൻ കാ സുൽത്താൻമാരാണ്, പ്രകൃതിയെ മോശമാക്കുന്നവരാണ്. ഒരു സാധനം വാങ്ങി കുറച്ച് നാളെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളയുന്നതെങ്കിൽ അതിന് പിന്നെയും ഒരു സാങ്കത്യമുണ്ട്, അർത്ഥമുണ്ട്. വളരെ വില കുറഞ്ഞതിൽ മാത്രമാണ് ഈ സ്ട്രിപ്പില്ലാത്തത്. ബാക്കി എല്ലാത്തിലും നമുക്കതിനെ കാണാൻ സാധിക്കും. അടുത്തതിൽ നമുക്ക് നോക്കാം, അതിലും ഈ സ്ട്രിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അല്പം കൂടെ വില കൂടിയതാണ്. അതിലും ആ സ്ട്രിപ്പുണ്ട്. അതും നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് വയ്ക്കാം. അടുത്തതെടുക്കാം. അത് കൂടുതൽ വിലയുള്ള ഒരെണ്ണമാണ്. ഇതിലും നന്നായിട്ട് തന്നെ ഒരു ഓറഞ്ച് നിറത്തിലാണ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. അതും നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൽ അല്പം കെമിക്കലുകൾ മാത്രമല്ല,
ഒരു സോഫ്റ്റനിങ് ടച്ച് കൂടെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ ഷേവിംഗ് റേസർ പൊട്ടിച്ച് അതിൽ ഒരു സ്ട്രിപ്പ് നമുക്ക് കാണാം. ഇത് പ്രൊട്ടക്റ്റീവ് സ്ട്രിപ്പായിട്ടാണ് പറയുന്നത്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് വീണ്ടും എടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ജെല്ല് കണക്ക് ഇളകി പോരുന്നുണ്ട്. ഇത് പോളിമർ ടൈപ്പാണ്. ഇത് നമ്മുടെ ത്വക്കിന്, മുഖത്തിന് അത്ര നന്നാകുമെന്ന് തോന്നുന്നില്ല. ഞാനിത് പതുക്കെ ഇളക്കി മാറ്റും. ഇത് ഓരോ കമ്പനിയും എന്തെല്ലാം ചേർത്താണ് ഉണ്ടാക്കുക എന്ന് വ്യക്തമല്ല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം മുഖമായിട്ട് ഒരയാതിരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് പറയുക. പക്ഷേ ഇത് കുറഞ്ഞ വിലയ്ക്കുള്ളതിൽ പ്രത്യേകിച്ച് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ചേർക്കൽ നടക്കുകയുമില്ല. ഒരു സ്റ്റിക്കിയാണ്. ശരിയായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കൂടി ഇട്ട് വെച്ചാൽ ഇത് നമുക്ക് ഊരിക്കളയാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് കൂർത്ത ഏതെങ്കിലും ഒരു സാധനം, കത്തിയുടെ ഭാഗമൊക്കെ എടുത്ത് ഉപയോഗിച്ച് അത് ഇളക്കി മാറ്റാവുന്നതാണ്. അല്പസമയം കൂടെ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അല്പസമയം കൂടെ വെള്ളത്തിൽ അത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ ശരിക്കത് ഇളകിപ്പോരും. അപ്പോൾ നമുക്ക് ബിഫോർ ഷേവിങ് ലോഷൻ, ആഫ്റ്റർ ഷേവിങ് ലോഷൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഭാഗത്തേക്ക് വരാം. ഞാൻ വർഷങ്ങളായി ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഭാഗ്യവശാൽ എനിക്ക് അത്രയ്ക്കങ്ങ് ഷേവ് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. എന്നാലും ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല. സഹാറയിൽ പുല്ല് മുളച്ചതുപോലെ അല്പമൊക്കെ ഉണ്ട് താനും. ഇപ്പോൾ വെള്ളത്തിൽ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകും. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ മുഖം കഴുകി ഷേവിംഗ് റേസർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അല്പം പോലും വേദനയില്ല. കൃത്യമായി തന്നെ ഷേവിങ് നടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാലും വെള്ളം കൊണ്ട് കഴുകുന്നതല്ലാതെ നമുക്ക് ഷേവിംഗ് ലോഷനുകളുടെ ആവശ്യം ഇല്ലാത്തതാണ്. മുഖം കഴുകിയതിന് ശേഷം വേണമെങ്കിൽ 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രം മതി. ഈ ക്രീമുകളിങ്ങനെ വല്ലാത്ത വില കൊടുത്ത് വാങ്ങി മുഖത്ത് തേച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ത്വക്കിന് കേടുണ്ടാക്കേണ്ട കാര്യമില്ല. ഏതാനും നാളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ വേണ്ടത്ര ക്ലീൻ ആകുന്നില്ല, അല്ലെങ്കിൽ അല്പം വേദനയുണ്ടെന്ന് തോന്നിയാൽ വിരൽ ഈ ഷേവിംഗ് റേസറിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഷേവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പരമാവധി ഉപയോഗം, പരമാവധി മൂല്യം എടുത്തിട്ട് വേണം ഇത് കളയാൻ. കാരണം ലോകത്തെ 780-800 കോടിയോളം ജനങ്ങളിൽ ബഹുഭൂരിഭാഗം പേരും വർഷത്തിൽ ഒന്ന് വെച്ച് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു എന്ന് വന്നാൽ തന്നെ, അത് ടൂത്ത് ബ്രഷ് ഉണ്ട്, ഒഴിഞ്ഞ പേസ്റ്റിൻ്റെ കൂടുകളുണ്ട്, അതുപോലെ നിരവധിയായ സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പേനയിലെ റീഫില്ല് വരെ 800 കോടിയോളം ജനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. ഓരോരുത്തരും ഓരോ ദിവസവും എന്തെങ്കിലും ഒന്ന് വലിച്ചെറിയുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലേക്ക് വന്നാൽ പറയുകയും വേണ്ട. എത്ര കാലം നമ്മുടെ ഭൂമിക്ക് ഈ പ്ലാസ്റ്റിക് മാരണങ്ങളെ താങ്ങാൻ സാധിക്കും? ഒഴിവാക്കാനായിട്ട് കഴിയുകയുമില്ല. എന്നാൽ ഭൂമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാനും സാധിക്കില്ല. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുക പരമാവധി കുറച്ചുപയോഗിക്കുക, ഉപയോഗിക്കുന്ന സാധനങ്ങൾ പരമാവധി കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഷേവിങ്ങിനിടയിൽ അല്പമൊക്കെ മുറിവുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒന്നും ചെയ്യാറില്ല. കാരണം മുറിവുകളെ നമുക്ക് പേടിയില്ല. ചെറിയ ചെറിയ മുറിവുകൾ ശരീരം തന്നെ ഉണക്കിക്കൊള്ളും. പ്ലേറ്റ്ലെറ്റുകൾ ശക്തമാണോ, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ പ്രതിസന്ധികളെ നേരിടാതെ ക്ഷീണിക്കാതിരിക്കുകയാണോ
രക്തം ശുദ്ധിയാണോ, നിങ്ങൾ ഒരു മുറിവിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്പം രക്തം വന്ന് നിന്ന് അല്പം കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഭാഗം ശരിയായി ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഷേവിങ്ങിൻ്റെ പേരിൽ ആഫ്റ്റർ ഷേവിങ് ക്രീമും ബിഫോർ ഷേവിങ് ക്രീമും ഒക്കെയായി ഇല്ലാത്ത കെമിക്കലുകൾ മുഴുവൻ വാങ്ങി ശരീരം മോശമാക്കേണ്ട കാര്യം ഒട്ടും നമുക്കില്ല. അതേപോലെ തന്നെ ഈ ഷേവിങ് റേസറിൻ്റെ മുകളിലുള്ള സ്ട്രിപ്പ് അല്പസമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് നഖം കൊണ്ട് ഇളക്കി മാറ്റാം, അല്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ട് ഇളക്കി മാറ്റാം. എന്നിട്ട് അല്പസമയം കൂടെ വെള്ളത്തിലിട്ട് വെച്ച് ബാക്കി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തുപയോഗിക്കാവുന്നതാണ്. അതിൽ അത്ര വലിയ അപകടമില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ കുറേശ്ശെയായിട്ട് പോരുകയാണ്. കൂടുതൽ സമയം കൈകൊണ്ട് തന്നെ പ്രയോഗിച്ച് വെള്ളത്തിലിട്ട് വില കുറഞ്ഞതിലാകുമ്പോൾ അത് കുറച്ചുകൂടെ കെമിക്കലുകൾ മോശമായിരിക്കാം, അതിൻ്റെ നിർമ്മാർജ്ജനവും മോശമായി തന്നെ വരാം, മറ്റത് പോകുന്നത് പോലെ ശരിയായി പോകുന്നൊന്നും വരില്ല. ഏതായാലും ഈ സാധനം പോളിമർ തന്നെയാണ്. അതിൻ്റെ കൂടെ ചേർക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ കമ്പനിയും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ റിമൂവബിൾ ആയിട്ട് ഉള്ളതുണ്ടെങ്കിൽ ബ്ലേഡ് മാത്രം മാറ്റാൻ കഴിയുന്നവ ഉപയോഗിക്കുന്നത് നന്നാകും. പക്ഷേ അപ്പോഴും കമ്പനിക്കാർ നമ്മുടെ നിന്ന് കാശൊക്കെ വാങ്ങിക്കും. എന്നാലും കഴിയുന്നത്ര വലിച്ചെറിയൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഉപകാരം കൂടിയാണ്. കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. നാളെ മുതൽ വളരെ 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 പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണ രീതിയിലേക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ പ്രത്യേകമായൊരു പരിപാടി തുടങ്ങുകയാണ്. അത് വളരെ വളരെ നിർണായകമായൊരു കാര്യമാണ്. ഞാൻ ഇതേവരെ പറഞ്ഞതിലെല്ലാം അടിവരയിട്ടുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. കഴിയുന്നത്ര ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ നേച്ചർ ലൈഫ് ടി വി ഒന്ന് നോക്കാൻ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ അൽഗോരിതം ഇത് നിങ്ങൾക്ക് തുടർന്ന് അയച്ചു തരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കരുതി നിങ്ങൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ, ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ, ലൈക്ക് ചെയ്യുന്നില്ല എങ്കിൽ, കമൻറ്റുകൾ എഴുതുന്നില്ല എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കിത് വീണ്ടും അയക്കേണ്ട കാര്യമില്ല എന്ന് സെർച്ച് എഞ്ചിനുകൾ തീരുമാനിക്കും, അൽഗോരിതം തീരുമാനിക്കും. അതുകൊണ്ട് നാളെ തുടങ്ങിയുള്ള പരമ്പരയായ പരിപാടികൾ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിനും കൃത്യമായി കാണുന്നതിനും ശ്രദ്ധിക്കണം. കഴിയുന്നത്ര സുഹൃത്തുക്കൾക്ക് നേച്ചർ ലൈഫ് ടി വി പരിചയപ്പെടുത്തണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.